നമസ്കാരം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മതം തിരിച്ചറിയാൻ വേണ്ടി ഭീകരർ കലിമ ചൊല്ലാൻ പറഞ്ഞു വെടിവെച്ചത് വലിയ വാർത്തയായിരിക്കുകയാണ്. മലയാളിയായ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടത് കലിമ ചൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് മകൾ വെളിപ്പെടുത്തിയിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അസം സർവകലാശാലയിലെ പ്രൊഫസറായ ദേബാശിഷ് ഭട്ടാചാര്യ രക്ഷപ്പെട്ടത്. കലിമ ചൊല്ലാൻ അറിയാവുന്നതുകൊണ്ടായിരുന്നു ഇത്. ഇതെല്ലാം ഏറെ ചർച്ചയായപ്പോഴാണ് കേരളത്തിലെ ഒരുപറ്റം ഇസ്ലാമിസ്റ്റുകൾ കലിമയെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കലിമ ഇസ്ലാമിക വിശ്വാസികളുടെ പ്രാർത്ഥനയാണെന്നും മതം തിരിച്ചറിയാൻ പ്രാർത്ഥന ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും എല്ലാ പ്രാർത്ഥനയും സ്നേഹവും കാരുണ്യവുമെന്നും മുജാഹിദ് നേതാവ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഏഷ്യാനെറ്റിനോട് പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദത്തിനിടയാക്കിയത്. കലിമ എന്നാൽ ജനിക്കുന്ന കുട്ടിയുടെ ചെവിയിൽ ഓതുന്ന പ്രാർത്ഥനയാണെന്നും എല്ലാ പ്രാർത്ഥനയും സ്നേഹവും കാരുണ്യവുമാണെന്നുമൊക്കെയായിരുന്നു ഡോക്ടർ ഹുസൈൻ മടവൂർ പറയുന്നത്. എന്നാൽ ഇത് വെറും മതവെളുപ്പിക്കൽ മാത്രമാണെന്നാണ് സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമുമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് നിരവധി എക്സ് മുസ്ലിമുകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കലിമ എന്നാൽ ഒരു മുസ്ലിം ആകുന്നയാൾ ആദ്യം ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മതത്തിന്റെ ആദ്യ പാക്കേജാണിത്. ഇത് ചൊല്ലാത്തവരോടുള്ള ഇസ്ലാമിക വിധി ക്രൂരമാണ്. കലിമ എന്നത് വാക്കല്ലെങ്കിൽ പ്രസ്താവന എന്ന അർത്ഥം വരുന്ന ഒരു അറബി പദമാണ്. മുസ്ലിം മതവിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് കലിമ. ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്നത് കലിമ ചൊല്ലിയാണ്, അല്ലാതെ വെറും ഒരു പ്രാർത്ഥനയല്ലത്. ഇതിനെയാണ് സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അടയാളമായ പ്രാർത്ഥനയാക്കി മതവാദികൾ വെളുപ്പിക്കുന്നതെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ ചൂണ്ടിക്കാട്ടുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫ്സലുൽ ഉലമ പരീക്ഷയിലെ ആദ്യ റാങ്ക് ജേതാവാണ് ഹുസൈൻ മടവൂർ. അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിലെ കേരള സംസ്ഥാന കോർഡിനേറ്ററും വേൾഡ് അസോസിയേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷൻ ഓഫ് ഏഷ്യന്റെ പ്രസിഡന്റുമാണ്. ഇത്രയും പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹം പോലും മതപ്പണിയാണ് എടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താവുമെന്നതാണ് ചോദ്യം. ലാഹിലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന വാക്കുകളാണ് കലിമ. മുസ്ലിങ്ങൾക്ക് പവിത്രമാണ്. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. കലിമ നവജാത ശിശുവിന്റെ ചെവിയിൽ മന്ത്രിക്കാറുണ്ട്. ദിവസേനയുള്ള 5 നിസ്കാരത്തിൽ ആവർത്തിക്കുന്നു. മരണസമയത്ത് ഒരു വിശ്വാസിയുടെ ചുണ്ടിൽ ഇതുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കലിമ ദൈവത്തിലും അവന്റെ അന്തിമ ദൂതനായ മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാം മതത്തിലെ കാതലായ വിശ്വാസങ്ങളെയാണ് കലിമ പ്രതിഫലിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ 6 കലിമകൾ മനഃപ്പാടമാക്കുകയും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ തത്വങ്ങളായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ മുസ്ലിങ്ങൾ അള്ളാഹുവിനോടും ബന്ധം ശക്തിപ്പെടുത്തുകയും ഇസ്ലാമിന്റെ തത്വങ്ങളോടുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതായി വിശ്വസിക്കുന്നു. കൂടാതെ കലിമ ചൊല്ലുന്നത് പാപമോചനത്തിനും അള്ളാഹുവിനോട് നന്ദി അറിയിക്കുന്നതിനും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളായിട്ടാണ് കരുതപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തിലും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിലുമുള്ള വിശ്വാസം സ്ഥിരീകരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് അറബി ഭാഷയിലുള്ള കലിമ. ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാതലായി കലിമയെ കരുതുന്നതിനാൽ ഇതെല്ലാ മുസ്ലിങ്ങളും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇതുതന്നെയാണ് ഭീകരർ മതം തിരിച്ചറിയാൻ ആശ്രയമാക്കിയത്. കലിമ ചൊല്ലാൻ അറിയാത്ത ഒരാൾ മുസ്ലിം അല്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം. എന്നാൽ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ കലിമയെ വെറും ഒരു പ്രാർത്ഥനയാക്കി ചുരുക്കി വെളുപ്പിച്ചെടുക്കുകയാണ്. അതേസമയം തലനാരിഴയ്ക്കായിരുന്നു അസം സർവകലാശാലയിലെ പ്രൊഫസറായ ദേബാശിഷ് ഭട്ടാചാര്യ രക്ഷപ്പെട്ടത്. വെടിവെപ്പുണ്ടായതോടെ ഓടി പൈൻമരക്കൂട്ടത്തിനിടയിലേക്ക് ആളുകൾ ഒളിച്ചുവെന്നും കൂടി നിന്നവർക്കൊപ്പം പ്രാർത്ഥനാ വാചകങ്ങൾ ഉരുവിട്ടതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. മരക്കൂട്ടത്തിന് പിന്നിൽ മറഞ്ഞപ്പോഴാണ് ആളുകൾ ബാങ്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തോക്കുമായി പാഞ്ഞെത്തിയ ഭീകരവാദി കണ്ണിൽ നോക്കി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. മറുപടിയായി ഉറക്കെ കലിമ ചൊല്ലി. വീണ്ടും അയാൾ എന്താണ് ചൊല്ലുന്നതെന്ന് ചോദിച്ചു. പ്രാർത്ഥന തന്നെ ഉരുവിട്ടതോടെ തോക്കുധാരി മടങ്ങിപ്പോയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. കലിമ ചൊല്ലണമെന്ന് എന്നോട് അവർ ആവശ്യപ്പെട്ടില്ല, പക്ഷേ ആളുകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും ഒപ്പം ചേർന്നതാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്.